കൊണച്ചുകുത്തി എത്ര കാട്ടവരാതം പണിയാലും കുഞ്ഞിക്കഴപ്പ് മാറാത്ത നമ്മുടെ ബാലയുടെ അടുത്ത മൂവിയാണ് അഖണ്ഡയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അഖണ്ഡ 2 താണ്ഡവം. കഥയുടെ തുടക്കം തന്നെ ഏതൊരു കൊണച്ചുകുത്തിയ നാട്ടില് രണ്ട് ഇരട്ട കുട്ടികൾ പറക്കുന്നു. ഇവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ രണ്ടപരാധം കാണുവരും എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ എന്ത് ചെയ്തു? ഒരുത്തനെ നാട്ടിൽ നിർത്തിയിട്ട് മറ്റവനെ ഹിമാലയത്തിലേക്ക് പറഞ്ഞു വിടും അവിടെ സന്യസിക്കാൻ. അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഹിമാലയത്തിൽ പോയ ആ മുതുകുണ്ണ പുള്ളി വളർന്നു. അവിടെ ഏത് ഗുഹയിലൊക്കെ പോയിട്ട് സന്യാസമൊക്കെ ചെയ്തിട്ട് കൂടുതലുള്ള ടീംസ് ആണെങ്കിൽ കുറെ കുമ്മായൊക്കെ എടുത്ത് പുള്ളിയുടെ മേത്ത് വെച്ചിട്ടുണ്ട്. തന്നെ കൊണ്ട് നാട്ടിൽ പ്രത്യേകിച്ച് ഉപകാരമില്ല, ഇവിടെയും പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പുള്ളി എന്ത് ചെയ്യും? നേരെ പോയിട്ട് അവിടെ ഒരു ഐസായി മാറും. എന്നാൽ ഇതേ സമയം ഇവിടെ നാട്ടിലെ മറ്റേ വരാതും പുള്ളിയാണെങ്കിൽ അവിടെ നാട്ടുകാരെ രക്ഷിച്ചുകൊണ്ട് അവിടെ കുണ്ടിയും കുത്തി വലിച്ചു നടക്കുക. അങ്ങനെ പതിവ് പോലെ നമ്മുടെ ബാലയുടെ മറ്റൊരു അഡ്വഞ്ചർ, കഞ്ചാവ് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരു ലഹരി മാഫിയ. അവന്മാരെ പിടിക്കാവുന്ന ഉദ്യോഗസ്ഥരെ അവന്മാർ ഒരു കയറിലും കെട്ടിയിടും. അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇവര് വലിയ പിടിപാടുള്ള ആൾക്കാര്, അതുകൊണ്ട് തന്നെ അവരെ പിടിക്കണമെങ്കിൽ ഒരാൾക്ക് സാധിക്കുള്ളൂ, നമ്മുടെ ബാലയ്ക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബാലയ്ക്ക് ഒരു കോള് വരുന്നു. വിളി കേട്ടതും അണ്ണന്റെ ചോരയൊക്കെ തിളച്ചു കയറും. പുള്ളി ജീപ്പ് എടുത്ത് പറന്നു വന്നിട്ട് ഒരു മതിലായി ഇടിച്ചു പിടിച്ചിട്ട് പുള്ളി ചാടി ഇറങ്ങും. വന്ന വണ്ടിയാണെങ്കിൽ പുള്ളിയുടെ ചുറ്റും കിടന്ന് കറങ്ങുക. കഴിഞ്ഞ പടത്തിൽ അവരാധം കുറഞ്ഞു പോയി എന്ന തോന്നലുകൊണ്ടാവാം ഇത്തവണ ഇവിടെ അങ്ങ് നിൽക്കൂല. പുള്ളിയുടെ കാലെടുത്ത് താഴെ ഒറ്റ ചവിട്ട്. ചെരലൊക്കെ പറഞ്ഞതിന്റെ കൂടെ തന്നെ ചുറ്റും നിന്ന് 10 ഗുണ്ടകൾ ലവന്മാർ അണ്ണന് ചുറ്റും കിടന്ന് കറങ്ങും. ഓക്കത്തിന്റെ കാലെ വരെ നിലത്തടിച്ചിട്ട് പുള്ളി പന്ത് കളിക്കും. ലേശം ഒരു മര്യാദ കാണിക്കണ്ടേ. പിന്നെ സ്വാഭാവികമായിട്ട് ഫൈറ്റ് കഴിഞ്ഞ പുള്ളിയുടെ കുണച്ചു കുത്തിയ കുറെ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇവിടെ ആവർത്തിക്കും. ഒരു പാരന്റിയം പടമായിട്ടാണല്ലോ ഇത് പവരാതിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യും? കർണാടകയിലെ ആൾക്കാരെയും തമിഴന്മാരെയും പിന്നെ ഹിന്ദിക്കാരെയും എല്ലാവരും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി 3 ഭാഷയിൽ നല്ല പഞ്ച ഡയലോഗ് തൊലിച്ചു വയ്ക്കും. ഇനി നമ്മുടെ ബാലയുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഭാര്യയുടെ മരണശേഷം ആകെ ഉണ്ടായിരുന്ന ഒരു മകളുണ്ട്. അപ്പൊ പുള്ളി എന്ത് ചെയ്യും? ഇവളെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഇന്ത്യൻ ആർമിയിലെ വലിയൊരു സയന്റിസ്റ്റ് ആക്കി അങ്ങനെ മാറ്റും. അങ്ങനെ നൈസായിട്ട് പുള്ളിയുടെ ലൈഫൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് മകളാണെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തം നടത്തും. അതായത് ഏത് ക്ലൈമറ്റ് ആയി കഴിഞ്ഞാലും അവിടെ ആ അവസ്ഥയിൽ പട്ടാളക്കാർക്ക് പിടിച്ചുകാൻ പറ്റിയ നല്ല ബയോ ഷീൽഡ്. അപ്പൊ ഇങ്ങനെയുടെ മകളുടെ ഈ കണ്ടുപിടുത്തത്തിനൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളുണ്ട്. അതാണ് അവിടുത്തെ ചീഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സംയുക്ത. അങ്ങനെ പോയി അണ്ണന്റെ മോളുടെ ബർത്ത്ഡേ ആവും. ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ അത് ആഘോഷിക്കണമല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അവളുടെ കൂട്ടുകാരികളെ കൂട്ടിയിട്ട് നേരെ അവളുടെ നാട്ടിലേക്ക് പോകും. അതായത് നമ്മുടെ നമ്മുടെ അണ്ണബാലയെ നിൽക്കുന്നിടത്തേക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ഐറ്റം സോങ് ആഡ് ചെയ്യാൻ പറ്റിയ അവസ്ഥയാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? സംയുക്തയും പോവും അവരുടെ കൂടെ. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബാലയുടെ കിടിലൻ ആക്ടിങ് പെർഫോമൻസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതായത് മോള് കുറെ നാൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നേക്കാണല്ലോ. അപ്പൊ അവളെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന ബാലയെ ആ എക്സ്പ്രഷൻ ഒന്ന് കാണണം കേട്ടോ. ഇതാണ് നമ്മൾ പറയുന്ന സബ്റ്റിൽ ആക്ടിങ്. മുതുകൊണ്ടട നിപ്പ് കണ്ടാൽ മതി. അങ്ങനെ നാട്ടിലെത്തി എല്ലാവരുടെയും പരിചയം മുതലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും നേരം കാത്തിരുന്ന ആ സാധനം ഏത് ഐറ്റം സോങ് അഖണ്ഡ 1 ഇതുപോലെ ഒരു പാട്ടിനിടയ്ക്ക് അണ്ണന്റെ ഒരു തൊലിഞ്ഞ ഡാൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു റീക്രിയേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ജില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് അതിർത്തിയിൽ വലിയൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഇന്ത്യ ചൈനീസ് ബോർഡർ ഉണ്ടല്ലോ, അതായത് അവിടെ ചൈനയിലെ ഒരു ജനറൽ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ മോനെ ഇവിടുത്തെ ഇന്ത്യൻ പട്ടാളക്കാരിൽ ഒരാൾ എന്ത് ചെയ്യും? കൂമ്പിനെ കുത്തും. ഇത് കണ്ടതും നമ്മുടെ ചൈനീസ് ജനറൽ അങ്ങോട്ട് ഇഷ്ടാവില്ല. എന്റെ മോനെ തൊടുന്നൂടാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കും തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇന്ത്യക്കെതിരെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളിയുടെ ഒരു ചീഫ് ഓഫീസർ ഉണ്ട്, അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലാം ഉപദേശം നേടാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ പൊന്നോ എന്തോ വലിയൊരു സംഭവം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതായത് എന്തെങ്കിലും ന്യൂക്ലിയർ വെപ്പണോ മിസൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല സംഭവം. അതായത് ഭഗവത്ഗീത ഉണ്ടല്ലോ, അതങ്ങോട്ട് ചൈനീസിലേക്ക് തർജ്ജമ ചെയ്തിട്ട് പാരായണം ചെയ്യും. അതായത് ഇത്രയും വർഷം അവർ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെ വളർന്നു പോകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ദൈവവിശ്വാസം. അതുകൊണ്ടാണ് അത്രയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ദൈവവിശ്വാസം കൂടി ഇല്ലാണ്ടാക്കണം. അങ്ങനെ അന്വേഷിച്ച് കുണച്ചു കുത്തി അവരൊരു കാര്യം കണ്ടെത്തും. ഇവർ കണ്ടെത്തിയ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തജനങ്ങൾ കൂടുന്ന കുംഭമേള ഉണ്ടല്ലോ, അവിടെ ഇങ്ങോട്ട് ചെന്നിട്ട് ആ വെള്ളത്തിൽ വൈറസ് കൊണ്ട് കടത്തും. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വലിയൊരു പറ്റം ആൾക്കാരെ ഇതുകൊണ്ട് ബാധിക്കുന്നു ഈ വൈറസ്. ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തി ചെയ്യുന്ന 2 പേരുണ്ട്. ഇവര് മീഡിയക്ക് മുന്നിൽ ഒരു കാര്യം പറയും, കണ്ടോ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുംഭമേളയിൽ തന്നെ ഇത്രയും ആൾക്കാർക്ക് വൈറസ് പിടിക്കുമായിരുന്നു, ദൈവം എന്തുകൊണ്ടാണ് അവരെ കാക്കാതിരുന്നത്? എന്നാൽ ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ബാലയുടെ മോളുണ്ടല്ലോ, പുള്ളിക്കാരത്തി സയന്റിസ്റ്റ് അല്ലേ, വെറും മണിക്കൂർ കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഈ ഒരു വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കും. ഒരു നീളം കുപ്പിയിൽ ഒരു പച്ച സാധനം. ഇത് മനസ്സിലാക്കിയ ഗുണ്ടകൾ അവരൊരു പണിയായി ഇന്ത്യൻ മിലിറ്ററിയുടെ ലാബിൽ കയറിയിട്ട് അവിടുത്തെ ആന്റിബയോൺ ഉണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെടിവെച്ചിട്ട് കൊല്ലും. തൊട്ട് മുന്നേ നമ്മുടെ ഐറ്റം സോങ് കണ്ടായിരുന്നല്ലോ. ഈ പടത്തിൽ തൽക്കാലം അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഈ ലാബിലേക്ക് എവിടെന്നോ കയറിയെന്ന് നമ്മുടെ സമയം ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി വന്ന ഷോ കാണിക്കാൻ നോക്കും. ഓൺ ദ സ്പോട്ടിൽ വില്ലന്മാരെ വെടിവെച്ചാൽ കൊല്ലും. അതായത് പറയാതെ പറയാണ് ഇനിയിപ്പോൾ വലിയ ഐറ്റം സോങ് ഒന്നും ഇനി മുന്നോട്ട് വേണ്ടെന്നുള്ള രീതിയിൽ ഇത്രയും വെടിവെപ്പൊക്കെ നടന്നിട്ടും നമ്മുടെ ബാലിയുടെ മോളാണെങ്കിൽ അവൾക്ക് ഏറ്റവും വലുത് ആ ഒരു ആന്റിബയോൺ ആണല്ലോ, ആ വാക്സിൻ എങ്ങനെ പോയി കഴിഞ്ഞാലും പ്രൊട്ടക്ട് ചെയ്യണം. അവൾ അതെടുത്തങ്ങ് ഓടും. ഇവളുടെ ഈ ഓട്ടം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൾ ഓടിപ്പോണത് നേരെ അവിടുത്തെ പറമ്പിലേക്കായിരിക്കും. എന്നാൽ അവിടേക്കായിരുന്നില്ല. പുള്ളിക്കാരി നേരെ ഓടിക്കരുത് എവിടേക്കാന്നോ? ഹിമാലയത്തിലേക്ക്. അവിടെ എത്തി ഗുണ്ടകൾ വെറുതോടോ മഞ്ഞക്കുളറിന്റെ വണ്ടി എടുത്തിട്ട് ഇവളുടെ പിറകാൻ പിടിക്കും. ഓടിച്ച് അവസാനം പിടിക്കും. അപ്പൊ ഇതേ സമയത്ത് ഇതിന്റെ മറ്റേതോ ഭാഗത്തായിട്ട് കുണ്ട്യാസനൊക്കെ ചെയ്ത് ഐസായിട്ട് നിൽക്കാനുള്ള നമ്മുടെ മൂത്ത ബലയ പുള്ളി ഇത് ഉൾക്കാഴ്ചയിൽ കാണും. ഓൺ ദ സ്പോട്ടിൽ തന്നെ പുള്ളി ഐസൊക്കെ ഒരുക്കിയിട്ട് ഒരു ഉൽക്കമ കയറിയിട്ട് ഇങ്ങോട്ട് എത്തും ഇവിടെ നിൽക്കുന്നിടത്തേക്ക് മോളെ രക്ഷിക്കാനായിട്ടേ. ലെവന്റെ അനിയൻ ബാലയുടെ കുണമധികാരം കുറെ നേരം കേട്ട് മടുത്ത്. ഇപ്പൊ ഇയാള് വന്ന പാടെ തന്നെ കുറെ കുണച്ചു കുത്തിയ ഡയലോഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ മോളെ കുറെ നാളായിട്ട് കാണാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഒരു വിളിച്ചിലാവാം. ഒരു ഗുണ്ടനെ പിടിച്ചിട്ട് കുണ്ടി അടിച്ചാൽ പിടിച്ചിട്ട് ലെവന്റെ തല കുണിച്ചാൽ നിർത്തും.
എന്നിട്ട് കൈ പിടിച്ച് അവളുടെ മുന്നിലിട്ട് അങ്ങ് ഒഴിയും. ഇതും കഴിഞ്ഞിട്ട് പുള്ളി തുടങ്ങും ആ ശൂലം പിടിച്ചിട്ട് പുള്ളിയുടെ അവരാധിച്ച കാട്ടവരാധം. ആദ്യത്തെ സ്റ്റെപ്പ് അവരാധം കഴിഞ്ഞപ്പോ പുള്ളിയുടെ ശൂലം ഉണ്ടല്ലോ ഈ സാമാനം എടുത്ത് കഴുത്തി ചുറ്റിട്ട് അങ്ങോട്ട് കറക്കും. ആ കറക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്രൈൻഡറിലൊക്കെ തേങ്ങരിയില്ലേ അതേപോലെ ആ സാധനം ചുറ്റും കിടന്ന് കറങ്ങിയിട്ട് എല്ലാ ഗുണ്ടകളും അങ്ങ് അർത്ഥങ്ങൾ വിടും. ഇതും കഴിഞ്ഞിട്ട് വീണ്ടും കുണയ്ക്കാൻ വന്നൊരു ഗുണ്ടനെ പിടിച്ചിട്ട് പുള്ളിയുടെ ശൂലത്തിൽ കയറിയിട്ട് അങ്ങനെ കറക്കിങ്ങടെ ആട്ടും. ഇനി ഇവന്റെ അവരാധം കണ്ടു നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ എന്ത് ചെയ്യും, വെടി വെച്ചിട ആ കാട്ടുകൊണ്ടേനെന്ന് പറഞ്ഞുകൊണ്ട് ഗണ്ണൊക്കെ എടുത്തിട്ട് പാഞ്ഞു വരും. ചറപറാ വെടി എന്നാൽ ഒരു ബുള്ളറ്റ് വരും പുള്ളിയുടെ മേത്തുകൊള്ളൂല. നൈസായിട്ട് ആ ശൂലം വെച്ചിട്ട് പുള്ളി കറക്കി തിരിച്ചിട്ട് അതൊക്കെ ഡീവേറ്റ് ചെയ്തിടും. ഇവിടെ ഈ അവരാധം അവസാനിക്കുന്ന വിചാരിച്ചപ്പോ ഇല്ല, ഒരുത്തന്റെ തോക്ക് പിടിച്ചിട്ട് അത് വളച്ച് അവന്റെ നേർക്കാക്കിയിട്ട് അവനിട്ട് കൊടുക്കും ഒരു വെടി. ഒരു 100 ഗുണ്ടകളുണ്ടാവും. ഇതിനൊക്കെയത്തിനെ അടിച്ചിട്ടിട്ട് ഇയാളൊക്കെയത്തിനെ അയാളുടെ മുകളിൽ വെച്ചിട്ട് നടക്കണം നടപ്പുണ്ട്. ഇനി ഒരാളെ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ചാരന്മാരില്ലേ അതിനകത്ത് ഒരുത്തൻ ലെവനെടുത്ത് പൊക്കിയിട്ട് ഒറ്റ എറിഞ്ഞുല്ലോ അവനെ. ഇപ്പൊ ഇതേ സമയത്ത് മറ്റേ ചൈനീസ് ജനറൽ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഈ സംഭവമൊക്കെ നടക്കുന്നതിന്റെ അപ്ഡേഷൻ പുള്ളിക്ക് അറിയണം. മറ്റേ ഫസ്റ്റ് ചാരനില്ലേ പുള്ളിനെ ഇടയ്ക്ക് വിടും. അങ്ങനെ അയാൾ കുണ്ടിയും കുത്തി വണ്ടിയിലിട്ട് വന്ന സമയത്ത് ഈ കുറെ ഗ്യാങ് വന്നിട്ട് പുള്ളിനെ വളയാ. ഏതാണ്ട് ഈ അൽഫാമൊക്കെ പോലെ കരിഞ്ഞ കുറെ സാധനങ്ങൾ പുറത്തിറങ്ങി അങ്ങേരോട് ഇവരുടെ ഒരു മെയിൻ ആളുണ്ട് പുള്ളി പറയാൻ തുടങ്ങും. നിങ്ങളുടെ ഈ പ്ലാനൊക്കെ തകർക്കുന്നത് ആ ഒറ്റൊരാളാ ബാലയ്യ. നിങ്ങളുടെ അച്ഛനെ കൊന്നില്ലേ അതും പുള്ളി എന്ന് പറയും. അതായത് ഈ 2 ചാരന്മാരുടെ അച്ഛനൊരു മന്ത്രിയായിരുന്നു. അപ്പൊ ഇയാൾക്കൊരു ശത്രുണ്ട് പുള്ളി മന്ത്രിയാ. അപ്പൊ അങ്ങനെ നൈസായിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടോത്രമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ തീയും പറപ്പിച്ചിരിക്കുന്ന സാധനമില്ലേ അതിനടുത്തേക്ക് ചെല്ലും. ഈ കൂടോത്രം അങ്ങോട്ട് ഫലിക്കണമെങ്കിൽ അതിന് കുറെ കുട്ടികളെ ബലി കൊടുക്കണം. അങ്ങനെ പിള്ളേരെ കുവിച്ചിട്ട് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതിന്റെ ഇടയിൽ നിന്നോ പാഞ്ഞു വന്ന നമ്മുടെ സ്വാമിവാല ഉണ്ടല്ലോ പുള്ളി വന്നിട്ട് തീയിലേക്ക് ഒറ്റ ചാട്ടം. കൂടോത്രം ചെയ്യുന്ന കൊച്ചുകുണകളെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒക്കെ തന്നെ ശൂലം വെച്ച് കുത്തിയങ്ങോട്ട് കൊല്ലും. ഈ മന്ത്രിനെ കൊല്ലും കൂടെ. നമ്മൾ നേരത്തെ കണ്ട അവരാതില്ലേ ശൂലം വെച്ചിട്ടുള്ള പരിപാടി അത് ഇവിടെയും പുള്ളി ചെയ്യണം കേട്ടോ. പിന്നെ കത്തിക്കരിഞ്ഞ കുറെ തലയോട്ടി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് പുള്ളി എല്ലാത്തിനും ബോക്സിംഗ് ഒക്കെ പോലെ ഇടിച്ചങ്ങോട്ട് ഇടും. പിന്നെ ഈ പറഞ്ഞ തീയും പുക പറപ്പിച്ചിറക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഇങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബാലയെ ശൂലത്തിൽ പൊക്കി നേരെ തീയിലേക്ക് ഇട്ടതാ. അങ്ങനെ ഫ്ലാഷ് ബാക്ക് തെളിച്ചതിന് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്നു. അതായത് ഈ പറയുന്ന ഈ ഒരു ചാരനും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ തീയും പുകയും പറപ്പിച്ച ഈ ഒരു സാമാനവും. ഇപ്പൊ ഇതേ സമയത്ത് തന്നെ നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും വിശ്വാസമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ സ്വാമിവാലയെ അവിടേക്ക് ചെന്നിട്ട് എല്ലാവരും വിളിച്ചൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പറയാണ്, അതായത് മക്കളെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, വിശ്വാസം പോകരുത്, അത് കൂടെ തന്നെ എപ്പോഴും കൊണ്ടു നടക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊണയടിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഈ ഒരു ടൈമിൽ നമ്മുടെ ബാലയുടെ മോളാണെങ്കിൽ അവിടെ ഈ പറയുന്ന മിലിറ്ററി ക്യാമ്പിൽ അവിടെ ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് നടക്കുകയാണല്ലോ. അപ്പൊ അതിനെ അവിടെ നിന്ന് രക്ഷിക്കണം എന്നതിന്റെ ബേസിസിൽ അതിനെ സുരക്ഷിതമായിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ന് ഇത് കണ്ട ഗുണ്ടകൾക്ക് ഇഷ്ടമില്ല. ഒരു ബോംബ് ഇട്ടിട്ട് അതങ്ങോട്ട് പൊട്ടിച്ചളയും. ഹെലികോപ്റ്റർ തകർന്നു. എന്നതിന്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ തെന്നി പറന്ന് നേരെ വന്നത് അവിടുത്തെ ഗ്രാമത്തിലേക്കായിരുന്നു. അതായത് ഈ നമ്മുടെ ബാലയെ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ സാധനം തെറിച്ച് വന്നിട്ട് നേരെ അവിടെ ആ മരത്തുമൊക്കെ തട്ടി തറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. ഇത് കണ്ടെന്ന് സ്വാമിവാലയെ നേരെ ചെന്നിട്ട് ശൂലം എടുത്തിട്ട് അതിന്റെ സെന്ററിലെ കുത്തും. എന്നിട്ട് മുകളിൽ കറക്കിക്കൊണ്ടിരിക്കും. തന്റെ വർഷങ്ങളായിട്ടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തീ പിടിച്ച അൽഫാം ഉണ്ടല്ലോ ഈ സാധനവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലയും രണ്ടുപേരും നേർ കണ്ടുമുട്ടുക. പിന്നെ അവിടുത്തെ പറമ്പിൽ കിടന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ അടിച്ച് പീടിച്ച് എന്താ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ അൽഫാമിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഏതോ തൊളയെന്നൊക്കെ കുറെ ചാത്തമാരൊക്കെ പുറത്തേക്ക് വേണ്ടി ആ ഗദ്ദ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ അൽഫാമില്ലേ ലെവന്റെ പള്ളയിലെ കുത്തിയിട്ട് തറയിലിട്ടൊരു 4 ഇടി വീശൊരു 3 ഇടി. എന്നിട്ട് ചത്തെന്ന് പറയാൻ വേണ്ടി ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ഇല്ല ചത്തിട്ടില്ല. എന്നിട്ട് കൊടുക്കും തറയിലിട്ട് 4 ഇടി വീശെടുത്ത് 3 ഇടി. ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഡെഡായി. ഇവിടെ ഇങ്ങനെ അവരായത്തിന്റെ പുറത്ത് കാട്ടുവരാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് നാട്ടിലാണെങ്കിൽ നമ്മുടെ 2 ബാലയന്മാരുണ്ടല്ലോ അവന്മാരുടെ അമ്മയങ്ങ് മരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മൂത്ത മോനാണല്ലോ ഈ സ്വാമി ബാലയ്യ, പുള്ളി വേണമല്ലോ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ ആണെങ്കിൽ പുള്ളിക്ക് എല്ലാ ദിവസവും അപരാധ പണലാണ്. ഇപ്പൊ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റ്. പുള്ളി അവിടെ ബിസി ആയിട്ട് തന്നെ പുള്ളിക്ക് പകരം അങ്ങയുടെ വേഷത്തില് ഭയങ്കര ലുക്കിലേക്ക് ആയിട്ട് അതേപോലെ തന്നെ ഒരാൾ വന്നിട്ട് അവിടുത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യും. അത് ആരായിരുന്നോ? ഞെട്ടരുത്, ശിവൻ. ഇതേ സമയം കൊണ്ട് തന്നെ പുള്ളിയുടെ മോളെയൊക്കെ നമ്മുടെ ബാലയെ രക്ഷിക്കൂട്ടോ. എന്നിട്ട് എവളെയും കൊണ്ട് നമ്മുടെ മിലിറ്ററി അതിനടുത്ത് പോയിട്ട് നിങ്ങൾ വാക്സിൻ ഒക്കെ എടുത്തിട്ട് എല്ലാവരുടെയും അസുഖം മാറ്റി ഞാൻ അപ്പോഴേക്കും പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ചൈനീസിനെ ഒന്ന് പൊരുതിട്ട് വരാൻ പറഞ്ഞിട്ട് പുള്ളി നേരെ അവിടെ നദിയിലേക്ക് ഇറങ്ങും. ഇതും കഴിഞ്ഞിട്ട് നേരെ ചൈനീസ് ബോർഡറിൽ പോയിട്ട് പുള്ളി അടുത്ത അപരാധം കാണിക്കും. ഒരു ടാങ്ക് ഒക്കെ എടുത്തിട്ട് അവിടെയൊക്കെ വെടിയും പുകയൊക്കെ ആയിട്ട് ഒക്കെ ഇതിനാണ് വെല്ലുവിളിക്കും. ഇങ്ങോട്ട് വാട കൊച്ചുണ്ണളെ ഞാൻ കാണിച്ചിടണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടതും ആ ക്യാമ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു 10,000 മിലിറ്ററിക്കാർ വരും. ഈ ചൈനീസ് മിലിറ്ററിയുടെ ഒത്ത നടുക്ക് നമ്മുടെ ബാലയെ ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങ് പൊരുതും. സ്വാഭാവികമായിട്ടും 1000 പേരൊന്നും ഉടനെ വിഷയമല്ലോ. ഒക്കെ അതിന് തീർത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ ചീഫ് ജനറൽ ഉണ്ടല്ലോ, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് പറഞ്ഞിട്ട് കുറെ സൂപ്പർ സോൾജേഴ്സ് ഉണ്ട്. അവരെ കൂടെ ഇറക്കും കളത്തിലേക്ക്. ലെവരെ നിലത്ത് കാല് കൊത്തി ഓർമ്മയുള്ളൂ. ഒക്കെ അതിന് പുള്ളി തൃശ്ശൂരത്തിൽ കേട്ടിട്ട് കാറ്റാടി വരെ അങ്ങോട്ട് കറക്കും. ഇവിടെയും കഴിഞ്ഞു വിചാരിക്കുമ്പോ എവിടെ പുള്ളി 5 ഓട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പഞ്ചാബരാധങ്ങൾ പണി വെക്കും. ഈ വന്ന സൂപ്പർ സോൾജേഴ്സിനെയും കൊന്നു. അങ്ങനെ എല്ലാത്തിനെയും കൊന്നു. അപ്പൊ നോക്കിപ്പിണ്ടാ ഒരാൾ മാത്രം അവശേഷിക്കുന്നുണ്ട്. ഏത് മറ്റേ ചീഫ് ഓഫീസർ അല്ലേ? ഇനി നീ ആയിട്ട് എന്തിനാണ് മോനെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ ശൂലെടുത്തിട്ട് പുള്ളിയുടെ കുണ്ടിക്കിട്ട കുത്തും, പുള്ളിനെ കൊല്ലും. അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, അതായത് 2 ചാരന്മാരിൽ ഒരാൾ ബാക്കിയുണ്ടല്ലോ. ഇങ്ങനെ പ്രവൃത്തി കണ്ടിട്ട് പുള്ളി അങ്ങനെ കൈകുപ്പി നിൽക്കും. ആദ്യ ഭാഗത്തിന്റെ എൻഡിങ് പോലെ തന്നെ പുള്ളി ഇതേപോലെ തന്നെ കളസം കുത്തി നേരെ ഏതിന്റെ ഇടയിലേക്ക് പുള്ളി നടന്നു പോകും. പടം തീർന്നു.